ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവ് കാണുന്നത് മറ്റൊന്നുമല്ല, ശൈത്യ സ്റ്റോറി പറയുന്നു. അതിനുശേഷം പറഞ്ഞു തീരാറാവുമ്പോൾ ചിരിച്ചത് എന്തിനെന്നും പറഞ്ഞും കൊണ്ട് നമ്മുടെ അഭിലാഷ് ചാടി എണീക്കുന്നു. അത് ചിരിച്ചത് ആര്യനാണ്. ആര്യൻ ചിരിക്കുന്നു. ആര്യൻ അവിടെ ഇരുന്നുകൊണ്ട് കുറേ കോപ്രായങ്ങൾ കാണിക്കുകയും അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അത് കണ്ടിട്ട് ഒരു തവണയോ എങ്ങാണ്ട് നമ്മുടെ റെന ഫാത്തിമ ഒന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ റെനയെ പലപ്പോഴും വിമർശിച്ചിട്ടുമുള്ള ഒരാളാണ്. പക്ഷേ ഇന്നത്തെ പ്രശ്നങ്ങളിൽ റെനയുടെ ഭാഗത്ത് ഒരു തരി പോലും മിസ്റ്റേക്ക് ഇല്ലെന്ന് മാത്രമല്ല, ഇന്ന് ചില പാലുണ്ണികളുടെ ഷോ ഓഫ് മാത്രമാണ് ബിഗ് ബോസ് വീടിനകത്ത് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ വെറുതെ സ്ക്രീൻ സ്പേസിന് വേണ്ടി പട്ടി ഷോയാണ് കാണിച്ചത്. ഉള്ള കാര്യം പറയല്ല, നിസ്സാരമായ കാര്യത്തിന്. അപ്പോൾ ഇവരൊക്കെ റിയൽ ലൈഫിൽ ഇവരുടെ വീട്ടിൽ ആരെങ്കിലും ചിരിച്ചാൽ ഇവരിങ്ങനെയാണോ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത്? അപ്പോൾ ബിഗ് ബോസിനകത്ത് ഇവരിത് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഷോ. ഇത് കാണുമ്പോൾ പ്രേക്ഷകർ മറ്റേ മാസ് KGF BGM ഇട്ട് അങ്ങ് അടിച്ചിറക്കുന്നായിരിക്കും ഇവരൊക്കെ വിചാരിക്കുന്നത്. സംഭവത്തിലേക്ക് വരാം. പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു സംഭവം നടക്കുന്നത് ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ ശൈത്യ സ്റ്റോറി പറഞ്ഞ് തീരാറാവുമ്പോൾ അവിടെ ഇരുന്ന് കുറേ നേരമായിട്ട് ഈ നമ്മുടെ ആര്യം കുറേ ഷോ ഓഫ് മറ്റേ ചിരിയും കളിയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരു തവണ ഈ പെങ്കൊച്ച് അങ്ങോട്ട് നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് കഴിഞ്ഞ ഉടനെ ചാടി എണീറ്റിട്ട് നമ്മുടെ അഭിലാഷ് ഒരു സീൻ അവിടെ ഉണ്ടാക്കുകയാണ്. തെറിയൊക്കെ വിളിച്ചുകൊണ്ടാണ്, ഭയങ്കര മറ്റേ മുടി തെറിയൊക്കെ വിളിച്ചിട്ടാണ് അളി അങ്ങ് തുടങ്ങിയത്. വലിയ സീനൊക്കെ ഇറക്കുന്നു. അപ്പോൾ ഇത് കേട്ടും കൊണ്ട് നമ്മുടെ ആര്യൻ സോഫയുടെ പുറകിൽ പോയൊക്കെ ഇരിക്കുകയാണ് ആര്യൻ. അവിടുന്ന് ആര്യൻ ഒരു ചെരുപ്പെടുത്ത് ഒറ്റ എറിയുന്നു. അതോടെ അഭിലാഷിന്റെ ഫ്യൂസ് അങ്ങ് പോവാണ്. പിന്നെ നേരെ അളിയൻ തിരിഞ്ഞത് റെനയുടെ പുറത്താണ്. ഈ റെന ആകുമ്പോൾ ഈസി ടാർഗറ്റ് ആണല്ലോ. ഈ കൊച്ചു പെമ്പിള്ളേരെയും അല്ലെങ്കിൽ പ്രതികരണശേഷി കുറവുള്ള സ്ത്രീകളെയും അടുത്ത് പോയിട്ട് ഷോ ഇറക്കുക എന്ന് പറയുന്നത് വലിയ കേമത്തോ ആണത്തോ വലിയ തൻ്റെടോ ആയിട്ടൊന്നും ആരും കരുതരുത്. ഞാൻ പറയുന്നുണ്ടെന്നും തോന്നരുത്. എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ അഭിലാഷിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സാബുവിൻ്റെ ആയിക്കോട്ടെ, അവരുടെ വീട്ടിലുള്ള ആൾക്കാർ ഈ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും തോന്നിക്കാണും ഇവർ എന്താണ് ഈ കാണിക്കുന്നതെന്ന്. കാരണം അത്രയും മോശമെന്ന് പറഞ്ഞാൽ ഒന്ന് പറയുന്ന വാക്കുകളൊക്കെ വളരെ വൃത്തികേട്. ഒരു പ്ലാറ്റ്ഫോമിൽ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ പറ്റാത്ത വളരെ മോശമായ മ്ലേച്ഛമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. രണ്ട്, ഇവർ കാണിച്ച ഒരു അഗ്രസീവായിട്ടുള്ള കുറേ ചേഷ്ടകളുണ്ട്. അതും ആ പെൺകുട്ടിയുടെ അടുത്താണ്. ഇവന്മാർക്കൊന്നും ആ ആര്യൻ്റെ അടുത്തത് കാണിക്കാനുള്ള തൻ്റെ ഇടം പോയിട്ട് ആര്യൻ്റെ അടുത്ത് പോയി കഴുത്ത് കേട്ട് അളിയാ ഞാൻ അളിയനല്ല അളിയാ പറഞ്ഞത്. അഭിലാഷ് പുറത്തിറങ്ങിയിട്ട് അളിയനല്ല അളിയാ, അവളെ ചിരിച്ചോണ്ട് അളിയാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അകത്ത് കയറി പോയിട്ട് ആ റെന ഫാത്തിമയുടെ നെഞ്ചത്തോട്ട് കയറിയാണ് ഈ അഭിലാഷും ആ സാബുവും കൂടെ. എന്തൊക്കെയാണ് ആ കുട്ടിയെ വിളിച്ചു പറഞ്ഞത്? അവരുടെ ഭാഗത്ത് പലപ്പോഴും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുള്ളപ്പോൾ നമ്മൾ അവരെ വിമർശിച്ചിട്ടുണ്ട്. അതിനൊരു 19 വയസ്സല്ലേ ഉള്ളൂ. അതിൻ്റെതായ ഇമ്മച്യൂരിറ്റി അതിനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ അഭിലാഷിന് ഇത്രയും പ്രായവും പക്വതയുള്ള അഭിലാഷിന് അതിൻ്റെ ഒരു 100-1, ആ റെനയുടെ 100-1 മെച്യൂരിറ്റി ഇല്ലല്ലോ. എവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ അയാൾക്ക്. അതുപോലെ സാബുവിന് ഇത്രയും പ്രായവും അനുഭവ പരിചയവും ലോകം മൊത്തം കറങ്ങിയെന്നൊക്കെയാണല്ലോ അയാൾ പറയുന്നത്. അതിൻ്റെ ഒരു 10-1 വകതിരിവ് ആ പയ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് വൃത്തികേടാണ് ഇവരവിടെ കാണിച്ചു കൂട്ടിയത്. വീക്കെൻഡ് എപ്പിസോഡിൽ കേരളത്തിലെ എനിക്ക് തോന്നുന്നു 99% പ്രേക്ഷകരും ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ പൊന്ന് ലാലേട്ട ഷവായി പൊരിക്കുന്ന പോലെ ഇവന്മാരെ എടുത്തിട്ട് പൊരിക്കണം. അമ്മാതിരി തെണ്ടിത്തരവും വൃത്തികേടുമാണ് ഇന്ന് അവരവിടെ കാണിച്ചത്. പറയാതിരിക്കാൻ പറ്റില്ല, അമ്മാതിരി വൃത്തികേട്. ഈ ആര്യനാണ് ഈ എല്ലാ പരിപാടിയും ഒപ്പിച്ചതെന്ന് റെന ഫാത്തിമ പറഞ്ഞു. ആര്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അപ്പാനി പറയുന്നുണ്ട്, അതുപോലെ സരിക പറയുന്നുണ്ട്, ഇവരെല്ലാം പറയുന്നുണ്ട്. എന്നിട്ടും ആര്യന്റെ അടുത്ത് പോയി സംസാരിക്കാനുള്ള നട്ടല് ഇവരിൽ രണ്ടുപേരിൽ ഒരാൾ കാണിച്ചിരുന്നെങ്കിൽ, ഈ സാബുവോ ഈ പറയുന്ന അഭിലാഷോ കാണിച്ചിരുന്നെങ്കിൽ പിന്നെ സമ്മതിച്ചു കൊടുക്കായിരുന്നു. സത്യം അറിഞ്ഞിട്ട് പോലും ആ പെങ്കൊച്ചിന്റെ നെഞ്ചത്തോട്ട് കയറണമെന്നേ. 19 വയസ്സുള്ള ആ പെങ്കൊച്ചിന്റെ അതിനെ സമ്മതിക്കണം. സീരിയസ്ലി ഞാൻ പ്രേക്ഷകരെടുത്ത് പറയണം, അതൊരു 19-60 ദിവസം അവിടെ നിർത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിർത്തണം. കാരണം അടിപൊളി കണ്ടസ്റ്റന്റ്. ഇവന്മാർ രണ്ടും കൂടെ അതിൻ്റെ മണ്ടയിലോട്ട് കയറാൻ പോയിട്ട് അത് ഒറ്റയ്ക്ക് കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ മുമ്പ് ഒണിയിലും ആ കുട്ടിയും തമ്മിലുണ്ടായ ഫൈറ്റിൽ ഞാൻ അതിനെ വിമർശിച്ചതാണ്. ആവശ്യമില്ലാതെ ഒരു സീൻ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഒരു കാര്യമില്ലാതെ അതിൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ പോകുന്നു. അല്ലെങ്കിൽ തന്നെ ഒരാൾ ചിരിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഇവരൊക്കെ ആരാണ്? ഇവർക്കൊക്കെ ആരെങ്കിലും അതിൻ്റെ അട്ടിപ്പേർ അവകാശം കൊടുത്തിട്ടുണ്ടോ? ഇവരുടെ തറവാട്ട് വകയാണ് ഈ പറയുന്ന ബിഗ് ബോസ്. അവിടെ ഇരുന്ന് ആരെങ്കിലും ചിരിച്ചാൽ അത് ചോദിക്കാൻ ബിഗ് ബോസ് ഉണ്ട്, ലാലേട്ടനുണ്ട്, നമ്മൾ പ്രേക്ഷകർ അത് നോക്കി വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് നീ എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിച്ചും കൊണ്ട് ഒരുത്തൻ്റെ നെഞ്ചത്തോട്ട് ചാടിക്കയറാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളത്? അവനവൻ്റെ ഗെയിം കളിക്കാൻ പോയാൽ കളിച്ചിട്ട് വെക്കണം. ഈ പെമ്പിള്ളേർ ഈസി ടാർഗറ്റ് ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ നെഞ്ചത്തോട്ട് കയറാന്നാണോ വിചാരിക്കുന്നത്? എന്തൊരു വൃത്തികേടാണത്. ഒരു മര്യാദ വേണ്ടേ? അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പമുള്ള എതിരാളികൾ എടുത്ത് പോയി ഫൈറ്റ് ചെയ്യണം. ആര്യൻ്റെ അടുത്ത് ആ റെന ഫാത്തിമയുടെ അടുത്ത് കാണിച്ചതിൻ്റെ 10-1 ഷോ ഓഫ് ഇറക്കിയിരുന്നെങ്കിൽ അവരെ സമ്മതിക്കായിരുന്നു. അഭിലാഷിന് നാണം ഉണ്ടെങ്കിൽ
അഭിലാഷ് ഇത് ആര്യന്റെ അടുത്തല്ലേ കാണിക്കേണ്ടത്? ആര്യൻ ഒരു ചെരുപ്പ് എടുത്ത് എറിഞ്ഞപ്പോ അഭിലാഷ് ഇന്ന് പേടിച്ചു പോയാ? പുറത്തിറങ്ങിയിട്ട് ആര്യന്റെ കഴുത്തിൽ കൈയിട്ടിട്ട് അളിയാ നിന്നല്ല അളിയാ അവളും ആരാണ് അളിയാ എന്നും പറഞ്ഞും കൊണ്ട് പോണ്. അല്പമെങ്കിലും നാണം വേണ്ടേ സാബുവിന്? നാണം വേണ്ടേ മനുഷ്യനായ? മനസ്സിലായില്ലേ? എളുപ്പമായിട്ടുള്ള ഈസി ടാർഗറ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് ആ പെമ്പിള്ളേരെ നെഞ്ചത്തോട്ട് കയറുക. അതേ സമയത്ത് ആ പരിപാടിയൊക്കെ ചെയ്തു വെച്ചവരെ ഒന്നും പറയാതെ മിണ്ടാതെ പേടിച്ച് മാളത്തിൽ പോയിരിക്കുക. ഭയങ്കര ഹീറോയിസമാണ്. പിന്നെ ഇവിടെ മറ്റേ KGF അല്ല, പറയണില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.